السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ മഹാന്മാരായ മശായിഖന്മാരുടെ വിവരണങ്ങൾ, ചരിത്ര വിഷയങ്ങളാണ് അവരുടെ മഹത്വങ്ങളാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ചിലരെങ്കിലും സംശയിക്കാറുണ്ട്, അതല്ലെങ്കിൽ മറ്റു ചില പ്രസംഗങ്ങളിലൊക്കെയും നമുക്ക് കേൾക്കാൻ സാധിക്കുവാറുണ്ട്, വഫാത്തായി പോയ മഹാന്മാർക്ക് തർബിയത്ത് ചെയ്യാൻ സാധ്യമല്ല എന്നൊക്കെ. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വസീലയായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് ലോകത്തേക്ക് നിയോഗിച്ചയച്ചത്. അൽ വസീലത്തുൽ ഉദ്മ, ഏറ്റവും വലിയ വസീല അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് ലോകത്തിലുള്ള എല്ലാ തർബിയത്തും നടക്കുന്നത്. ഒരു സംശയം അക്കാര്യത്തിൽ ആർക്കും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞ ആ വാക്യം ഇന്നും നിലനിൽക്കുകയാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ പ്രവാചകരെ, ഓ നബിയെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഈ വാക്കിൽ, അല്ലാഹുവിന്റെ ഈ പ്രഖ്യാപനത്തിൽ ഉൾക്കൊണ്ടതാണ് എല്ലാ തർബിയത്തും. എല്ലാ തർബിയത്തും ഈ വാക്കിൽ ഉൾക്കൊണ്ടതാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാതെ ഒരു തർബിയത്തും ഒരു ജിന്നിനും ഒരു ഇൻസിനും ഒരു മലക്കിനും ലോകത്തെവിടെയും ആർക്കും ഒരു സെക്കൻഡ് പോലും ലഭിക്കുന്നതല്ല. അപ്പോൾ വഫാത്തായി പോയവർക്ക് തർബിയത്ത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഇതിന്റെ ആധാരം എന്നിരിക്കെ, ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അതിനെ ഘട്ടം ഘട്ടമായി സൃഷ്ടികളിലേക്ക് എത്തിക്കുന്ന മറ്റു അല്ലാഹുവിന്റെ ഉന്നതന്മാരായ മശായിഖന്മാർ ഉണ്ട്. അവരിൽ തന്നെയും ഒരുപാട് മഹാന്മാർ വഫാത്തായി പോയിരിക്കുകയാണ്. അപ്പോൾ വഫാത്തായി പോയവർക്ക് തർബിയത്ത് ചെയ്യാൻ സാധ്യമല്ല എന്ന വാക്ക് അത് നിരർത്ഥകമാണ്. എന്തു വേണ്ട, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന വാക്കിന്റെ ഉൾസാരത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞാൽ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ വചനം, ആ വചനത്തിലേക്ക് നാം കടന്നു കഴിഞ്ഞാൽ, അതിൻ്റെ ഉള്ളിലേക്ക് നാം കടന്നു കഴിഞ്ഞാൽ, ആ ഒരു പരിധിയിൽ ആ വാക്ക് ആരിലെല്ലാമാണോ വന്നു ചേരുന്നത്, അതിന്റെ ഖിത്വാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അസ്ലൻ നിലക്ക്, ദാത്തൻ നിലക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് ഇതിന്റെ ഖിത്വാബ്. അവലൻ വ ആഖിറൻ ളാഹിറൻ വ ബാത്തിനൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കാണ് ആ ഖിത്വാബ്, അല്ലാഹുവിന്റെ ഖിത്വാബ്, ഓ നബിയെ എന്ന് പറയുന്നത്. തുടക്കത്തിലും ഒടുക്കത്തിലും ഉള്ളിലും പുറത്തും എല്ലാ നിലയിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് അസ്ലൻ നിലക്ക്, അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഖിത്വാബ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. എന്നാൽ ഇതേ ഖിത്വാബ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇതേ ഖിത്വാബ്, ഹബീബിലേക്ക് ലയനം പ്രാപിച്ച, ഹബീബിലേക്ക് സമ്പൂർണ്ണ ഫനായിലായി കഴിഞ്ഞ, ഹബീബിന്റെ ആ ലയനത്തിലേക്ക്, ഹബീബിലേക്ക് സമ്പൂർണമായി ഫനയായി കഴിഞ്ഞ ഒരു മഹാത്മാവ്, ഒരു പുണ്യാത്മാവ്, ആ പുണ്യാത്മാവ് ഈ ഖിത്വാബിലേക്ക് ചെന്ന് ചേരും. ബിത്തബായിക്കൊണ്ട് ആ പുണ്യാത്മാവിലേക്ക് ഈ ഖിത്താബ് വരുന്നതാണ്.
അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ ഖിത്വാബ് ഹബീബിലേക്ക് ലയിക്കുമ്പോൾ അവരിലേക്ക് വരുന്നതാണ്. അപ്പോൾ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന ആ പരിശുദ്ധമായ അല്ലാഹുവിന്റെ വചനം, ആ വചനത്തിന്റെ ഖിത്വാബിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ലോകത്തിന് മുഴുവനും റഹ്മത്താണ്, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണ് എന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ പദവി, ആ പദവിയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധിയായിക്കൊണ്ട്, നായിബുർ റസൂലായിക്കൊണ്ട് അവർ നിലകൊള്ളുകയാണ്. നായിബുർ റസൂൽ. അതുകൊണ്ടാണ് മഹാന്മാരായ മശായിഖന്മാർക്ക് അങ്ങനെ ഒരു സ്ഥാനപ്പേരുണ്ട്, നായിബുർ റസൂലിർ റഹ്മ, കാരുണ്യത്തിന്റെ പ്രവാചകന്റെ പ്രതിനിധി, പകരക്കാരൻ. ഇത്തരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പകരക്കാരായി വന്നിട്ടുള്ള മഹാന്മാർ, ഉന്നതരായ മഹാന്മാർ, അവരും വഫാത്തിനു ശേഷം തർബിയത്ത് ചെയ്യുകയില്ല എന്നും അവരെക്കുറിച്ചും പറയാൻ പാടില്ല. കാരണം നോക്കൂ നിങ്ങൾ, ഖാദിരിയ സരണി, റിഫാഇയ സരണി, ചിസ്തിയ സരണി, ദസൂഖിയ സരണി, ബദവി സരണി, ഷാദുലി സരണി, എത്രയെത്ര ത്വരീഖിന്റെ മഹാരഥന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്നും ആ പരമ്പര നിലനിൽക്കുകയാണ്. ചിസ്തിയ സരണിയിൽ ഇന്നും മഹാന്മാരുണ്ട്, അവർക്ക് ശൈഖന്മാരും അവർക്ക് മുരിദന്മാരും എല്ലാവരും ഉണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിനായ വഴികൾ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അറിഞ്ഞതും അറിയാത്തതുമായ രീതിയിൽ അറിയപ്പെട്ട ത്വരീഖുകൾ തന്നെ എത്രയോ ഉണ്ട്. അവരിലെല്ലാം അവരുടെ പരമ്പരയെ ഉൾക്കൊണ്ടുകൊണ്ട് യഥാവിധി അതിന്റെ യഥാർത്ഥ ഷർത്തും ഫർളൊക്കെ പാലിച്ചുകൊണ്ട് യഥാവിധി സഞ്ചരിക്കുന്ന ഗുരുക്കന്മാരും ശിഷ്യന്മാരുമുണ്ട്. ഇവരിലെല്ലാം തർബീയത്ത് നൽകപ്പെടുന്നത് എങ്ങനെയാണ്? ആ സരണിയുടെ ഉത്ഭവം എവിടെ നിന്നാണോ, യഥാർത്ഥ ഉത്ഭവം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ് എല്ലാ ത്വരീഖും വന്നിട്ടുള്ളത്. എങ്കിലും ഓരോ ത്വരീഖിനും ഒരു സമുദ്ധാരകൻ ഉണ്ടായിട്ടുണ്ട്. ഖാദിരിയ സരണി എന്ന് പറയുന്നത് ഗൗസ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആണ്. ഖാദിരിയ സരണിയുടെ സമുന്നതനായ സമുദ്ധാരകൻ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ശേഷവും ഒരുപാട് സമുദ്ധാരകന്മാർ അതിന്റെ താഴെ വന്നിട്ടുണ്ട്, പിൽക്കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സമുന്നതനായ സമുദ്ധാരകൻ എന്ന് പറഞ്ഞാൽ അത് ഗൗസുൽ മുഹ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ചിസ്തിയ സരണി എന്ന് പറഞ്ഞാൽ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ബഹുമാനപ്പെട്ട അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹു ആണ് ചിസ്തിയ സരണിയുടെ സമുദ്ധാരകൻ, സമുന്നതനായ സമുദ്ധാരകൻ. ദസൂഖിയ സരണിയുടെ ഏറ്റവും വലിയ സമുന്നതനായ സമുദ്ധാരകൻ ആരാണ്? അത് സയ്യിദ് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. അതുപോലെ ബദവിയിലും സയ്യിദ് അഹ്മദ് അൽ ബദവി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ ഷാദുലിയത്തിൽ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അലി ഷാദുലി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ നഖ്ശബന്ദിയത്തിൽ ഖവാജ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ സുഹറവർദിയത്തിൽ അബു നജീബ് അബ്ദുൽ ഖാഹിർ സുഹറവർദി റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ ഉന്നതരായ മഹാന്മാർ, അവരുടെ സരണി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അവരുടെ പരമ്പരയും അവരുടെ ഗുരു ശിഷ്യന്മാരുടെ പരമ്പര ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഹക്കായ സിൽസിലയിലൂടെ യഥാർത്ഥ മഹാന്മാരായ ആ മഹാന്മാരുടെ പരമ്പര ലോകത്തിന്റെ നാനാഭാഗത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവരിലെല്ലാം തർബിയത്തിന്റെ ആളായി നിൽക്കുന്നത് ആ ത്വരീഖിന്റെ ആരാണോ, ആ ത്വരീഖിന്റെ ഏറ്റവും വലിയ സമുദ്ധാരകനായിട്ടുള്ള ആ മഹാത്മാവ്, അവരിലൂടെയാണ് ആ തർബീത്ത് നിൽക്കുന്നത്. ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള മുഴുവൻ ത്വരീഖിന്റെയും മഹാന്മാർ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ടുണ്ട്. അവരെ കൂടാതെ ഒരു തർബീയത്ത് ഇന്ന് ആ സരണിയിൽ സാധ്യമല്ല. ആ സരണിയിൽ നിലനിൽക്കുന്ന ഒരു ഗുരുവിനും ഒരു ശിഷ്യനും
ആ മഹാത്മാവിനെ കൂടാതെ ഒരു തർബിയത്ത് ലഭിക്കുക സാധ്യമേ അല്ല. അപ്പൊ യഥാർത്ഥത്തിൽ ആ മഹാത്മാക്കളിലൂടെയാണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് തർബിയത്ത് നിലനിൽക്കുന്നത്, തർബിയത്ത് നൽകപ്പെടുന്നത്. ആത്മീയമായിട്ടുള്ള ആ തെളിച്ചം. തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വാഴ്ന്നു പറയലല്ല, അങ്ങനെ മനസ്സിലാക്കി പോകരുത്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു തദ്രീഉ ശൈഅൻ ഫശൈഅൻ ഇലാ കമാലിഹി, ഒരു വസ്തുവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് ഘട്ടം ഘട്ടമായി, അല്പാൽപമായി, ഘട്ടം ഘട്ടമായി ഒരു വസ്തുവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നതാണ് തർബിയത്തിന്റെ ഉദ്ദേശം. മനുഷ്യന്മാർക്കിടയിൽ നാം ഇവിടെ തർബിയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വാഴ്ന്നു പറയലാണോ? വാഴ്ന്നു പറയാൻ അവരാരും നമ്മുടെ മുന്നിലേക്ക് വരികയില്ല. വാഴ്ന്നു പറയലല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. വാഴ്ന്നു ആർക്കും പറയാം. വാഴ്ന്നു പറയുകയല്ല ഉദ്ദേശിക്കുന്നത്. തർബിയത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ആത്മാവിനെ, മനുഷ്യരുടെ ഈ തർബിയത്ത് നൽകപ്പെടുന്ന നമ്മുടെ ആത്മാക്കളെ അതിന്റെ തൗഹീദിന്റെ തെളിച്ചം കൊടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് വാസിലാക്കിക്കൊണ്ട്, ആ തൗഹീദിന്റെ തെളിച്ചത്തിലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ലയിപ്പിക്കുക. ഇതാണ് തർബിയത്ത്. അതാണ് അതിന്റെ പൂർണ്ണത. ഒരു ആത്മാവിന്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ ആ ആത്മാവ് തൗഹീദിന്റെ തെളിച്ചത്തിലായിക്കൊണ്ട് റബ്ബിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ യഥാർത്ഥ തൗഹീദിലേക്ക് ഒരു ആത്മാവ് ഒരു സംശയം കൂടാതെ ഒരു ആത്മാവ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ തൗഹീദിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് ഒരു ആത്മാവിനെ എത്തിക്കലാണ് തർബിയത്ത് എന്ന് പറഞ്ഞാൽ. അതാണ് യഥാർത്ഥ തർബിയത്ത്. അത് മരിക്കുന്നതിന് മുൻപ് എത്തിച്ചിരിക്കണം. അതുകൊണ്ടല്ലേ മരണസമയത്ത് യഥാർത്ഥ തൗഹീദിലായവർ മരണസമയത്ത് പുഞ്ചിരിച്ചുകൊണ്ടാണ് മരിക്കുകയുള്ളൂ. മരണസമയം പുഞ്ചിരിച്ചുകൊണ്ടവർ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയും. കാരണം അവരുടെ ആത്മാവിലേക്ക് ആ തൗഹീദിന്റെ തെളിച്ചം എത്തിക്കഴിഞ്ഞു. ആ തൗഹീദിനെ ഈ ആത്മാവിന് വന്നിട്ടുള്ള ഈ പുകമറകള്, ഈ മൂടി, അത് മാറ്റിക്കൊടുക്കലാണ് തർബിയത്തിന്റെ ഉദ്ദേശം. ഖുർആൻ പറഞ്ഞല്ലോ, നിന്റെ മൂടി അതൊന്ന് ഞാൻ മാറ്റിത്തന്നാൽ നിന്റെ ഫബസറുക്കൽ യൗമ ഹദീദ്, എനിക്കെല്ലാം നന്നായി കാണാൻ കഴിയും. അപ്പോ നമുക്ക് ഉണ്ടായിട്ടുള്ള ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദുനിയവിന്റെയും അതുപോലെ നഫ്സിന്റെ ഭാഗത്തു നിന്നും അതുപോലെ മറ്റ് സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ള ശൈത്വാന്റെ ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഉണ്ടായിത്തീർന്നിട്ടുള്ള ഈ പുകമറകൾ പോലെ, ഈ മറകൾ, തൗഹീദിനെ യഥാർത്ഥമായി ദർശിക്കാൻ നമുക്ക് സാധ്യമാകാത്ത തരത്തിലുള്ള ഈ മറകളെ ഒന്നൊന്നായി മാറ്റി തൗഹീദിന്റെ യഥാർത്ഥ മാധുര്യം നമ്മളെ രുചിപ്പിക്കുക, ആ തൗഹീദിലേക്ക് നമ്മുടെ ആത്മാവിനെ ചലിപ്പിക്കുക. അങ്ങനെ ആത്മാവിൽ സംശയം കൂടാതെ ആ തൗഹീദിനെ മനസ്സിലാക്കി തരിക. ഇതാണ് തർബിയത്ത്. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിനെ ആ മഹാത്മാക്കൾ, തൗഹീദിലായി നിലകൊള്ളുന്ന, തൗഹീദിന്റെ വക്താക്കളായ, തൗഹീദിനെ പകർന്നു കൊടുക്കുന്ന വക്താക്കളായ അള്ളാഹുവിന്റെ ഉന്നതരായ മഹാന്മാർ, ആ മഹാരഥന്മാരുടെ ആത്മാവുമായിട്ട് നമ്മുടെ ആത്മാവിനെ സംഗമിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമാണ് സമ്പൂർണമായ തർബിയത്ത് നമുക്ക് നൽകപ്പെടുന്നത്. അതിനാകട്ടെ ഏറ്റവും ഉതകുന്ന സമയം, ഏറ്റവും ആവശ്യമായ സമയവും മരണസമയമാണ്. അതുകൊണ്ടാണല്ലോ മരണസമയത്ത് പുഞ്ചിരിയോടുകൂടെ തൗഹീദിലായിക്കൊണ്ട് ലോകത്തോട് വിട പറയുക, അള്ളാഹുവിന്റെ ആ തൗഹീദിനെ ദർശിച്ചുകൊണ്ട് റബ്ബിലായിക്കൊണ്ട് വിലയം പ്രാപിച്ച് ലോകത്തിന് വിട പറയുക, അതിലേക്ക് ഒരു ശിഷ്യനെ കൊണ്ടെത്തിക്കുക. ഇതാണ് തർബിയത്ത്. ഇത് അള്ളാഹുവിന്റെ ഉന്നതരായ മഹാന്മാർ അവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അവരുടെ പരമ്പരയിൽ വന്ന ശൈഖന്മാരിലൂടെ, അവരുടെ ഖലീഫമാരിലൂടെ, അവരുടെ പ്രതിനിധികളിലൂടെ, അതല്ലെങ്കിൽ അവർ നേരിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരാണത് ചെയ്യുന്നത്. അവർ തന്നെയാണത് ചെയ്യുന്നത്. അവരെ കൂടാതെ ഒരിക്കലും ഒരു ഖലീഫക്ക് ആ ഖലീഫയായി നിന്നുകൊണ്ട് ഒരിക്കലും തർബിയത്ത് ചെയ്യാൻ സാധ്യമല്ല. അവരെ കൂടാതെ ചെയ്യാൻ സാധ്യമല്ല. അവരാണ് ചെയ്യുന്നത്. അവർക്ക് ചെയ്യാനായി ഈ ഖലീഫ ഒരു
സബബായി അവർക്ക് വയ്ക്കാതിരിക്കാം. ഖലീഫയിലൂടെ ചെയ്യാം, അതല്ലാതെയും ചെയ്യാം. ഒരിക്കലും ഖലീഫയാണ് തർബിയത്ത് ചെയ്യുന്നത് എന്ന് ആരും മനസ്സിലാക്കി പോകണ്ട. ഇന്ന് നിലനിൽക്കുന്ന എത്രയോ ത്വരീഖുകളുണ്ട്, ആ ത്വരീഖിന്റെ ഖലീഫമാരുണ്ട്, ത്വരീഖിന്റെ മശായിഖന്മാരുണ്ട്, നിലനിൽക്കുന്നവരുണ്ട്. അവരല്ല തർബിയത്ത് ചെയ്യുന്നത്. നിസ്സംശയം പറയാം, അവരുടെ എല്ലാം ഷെയ്ഖായി നിലകൊള്ളുന്നത് ആരാണോ, അവരുടെ എല്ലാം പരമ്പരയുടെ സമുന്നതനായ സമുദ്ധാരകനാരാണോ, അവരിലൂടെയാണ് ആ തർബിയത്ത് നിലകൊള്ളുന്നത്. അതിനിടയിൽ തന്നെ മഹാന്മാർ വേറെയും വന്നിട്ടുണ്ടാകും. ആ സമുദ്ധാരകന്റെ ശേഷം പിന്നീട് സമുദ്ധാരകന്മാർ ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ അവരിലൂടെ ആയിരിക്കും തർബിയത്ത് നിലകൊള്ളുന്നത്. അപ്പോൾ വഫാത്തായി പോയവരിലൂടെയാണ് ഇന്ന് തർബിയത്ത് നടക്കുന്നത്. ഇന്ന് നല്ല എന്നും. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു വെച്ചല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വചനം, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഈ ആയത്തിന്റെ പരിധിയിലാണ് തർബിയത്ത് നടക്കുന്നത്. പ്രിയമുള്ളവരെ, നാം വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നോക്കൂ നിങ്ങൾ, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ ആയത്ത് നോക്കൂ നിങ്ങൾ, ഈ ആയത്ത് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയിൽ ആമിന ബീവിയുടെ മകനായി അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിന്റെയും ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെയും മകനായിക്കൊണ്ട് മക്കയിൽ ഭൂജാതനായ 63 വയസ്സ് ജീവിച്ച് മദീനയിൽ വഫാത്തായി പോയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിലാണ്, ആ ഒരു തരത്തിൽ മാത്രമാണ് എങ്കിൽ ഈ ആയത്ത് എങ്ങനെയാണ് നമ്മൾ അർത്ഥം വെക്കുക? വമാ അർസൽനാക, ഓ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ല റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും സർവ്വകാലത്തും സർവ്വസമയത്തും സർവ്വലോകത്തും അനുഗ്രഹമായിട്ടല്ലാതെ. അങ്ങനെയാണെങ്കിൽ മക്കയിൽ ഭൂജാതനാകുന്ന മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതിനു മുമ്പ് ലോകങ്ങൾ ഒരുപാട് കഴിഞ്ഞില്ലേ, ലോകവും കാലവും ഒരുപാട് കഴിഞ്ഞില്ലേ, അവർക്കൊക്കെയും റഹ്മത്താകണ്ടേ? അതിന്റെ ശേഷം ലോകം ഇത്രയും ചലിച്ചില്ലേ, ഇവർക്കൊക്കെയും റഹ്മത്താവണ്ടേ? അവർക്കൊക്കെയും റഹ്മത്തായിട്ടല്ലാതെ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല. അപ്പൊ നബിയുടെ ആ ഇർസാൽ ഇവർക്കൊക്കെയും മുമ്പ് വേണ്ടേ? അവരിലേക്കൊക്കെയും വേണ്ടതല്ലേ, ശേഷവും വേണ്ടതല്ലേ? അപ്പോൾ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ അല്ലാഹുവിന്റെ പ്രഖ്യാപനം, വമാ അർസൽനാക എന്ന കാഫിന്റെ ഖിതാബ്, താങ്കളെ നാം അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഇർസാൽ എത്രയോ മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുശരീരത്തോടുകൂടെ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പേ തന്നെ അവിടുന്ന് അനുഗ്രഹമാണ്, സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണ്. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാം പ്രത്യക്ഷത്തിൽ പറയും 1500ാമത്തെ ജന്മദിനം എന്ന് പറയും. ഒരിക്കലും അത് ഹബീബിന്റെ പ്രത്യക്ഷത്തിലുള്ള ആ മക്കയിലുള്ള അവതീർണം, മക്കയിൽ തങ്ങൾ ഭൂജാതന അതിനെ കുറിച്ച് മാത്രമേ അത് പറയാൻ പാടുള്ളൂ. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം നമുക്ക് എത്രയാണെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ യഥാർത്ഥ അവസ്ഥ അത് നമുക്ക് ആഘോഷിക്കാൻ 1500ാമത്തെ ജന്മദിനമൊന്നും ആഘോഷിക്കാൻ പറ്റിയ അവസ്ഥയല്ല അത് ആ അവസ്ഥയാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, വമാ അർസൽനാക, ഓ നബിയെ താങ്കളെ നാം അയച്ചിട്ടില്ല, ഇല്ല റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകങ്ങൾക്കും സർവ്വസമയത്തും സർവ്വലോകത്തും സർവ്വകാലത്തും അനുഗ്രഹമായിട്ടല്ലാതെ. അപ്പൊ ഇപ്പോഴും തങ്ങളുണ്ട്, ആദം നബിയുടെ കാലത്തും തങ്ങളുണ്ട്, സർവ്വലോകങ്ങൾക്കും ആകാശഭൂമികൾക്കും തങ്ങളുണ്ട്, സർവ്വചരാചരങ്ങൾക്കും ഇന്നും എന്നും, ലോകത്തിന്റെ ഉത്ഭവ കാലം മുതലേ ലോകത്തിന്റെ അവസാന കാലം വരെയും തങ്ങളാണ് ലോകത്തിന് മുഴുവൻ അനുഗ്രഹമായി നിലകൊള്ളുന്നത്. അതല്ലേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, നബിയെ തങ്ങൾക്ക് എത്ര വയസ്സായി, നബിയെ തങ്ങൾക്ക് എത്ര വയസ്സായി? അപ്പോഴാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീലിനോട് ചോദിക്കുന്നത്, നിനക്കെത്ര വയസ്സായി? നബി എനിക്കെത്ര വയസ്സായി എന്ന് എനിക്കറിയില്ല, പക്ഷേ
ഞാൻ 70,000 കൊല്ലം കൂടുമ്പോൾ 70,000 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം ആകാശലോകത്ത് വാനലോകത്ത് പ്രത്യക്ഷപ്പെടാനുള്ള ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രം ഞാൻ 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട് നബിയേ. സൂറത്ത് നജ്മിന്റെ തഫ്സീറിൽ ഈ ചരിത്രം നമുക്ക്, ഈ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. വന്നജ്മി ഇദാ ഹവാ, വന്നജ്മി ഇദാ ഹവാ എന്ന സൂറത്തിന്റെ തഫ്സീറിൽ മഹാന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബിയേ, 70,000 വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രമുണ്ട്. ഞാൻ ആ നക്ഷത്രം 72,000 പ്രാവശ്യം കണ്ടിട്ടുണ്ട് നബിയെ. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അന ദാലിക്കൽ കൗകബു, ഓ ജിബ്രീൽ, അന ദാലിക്കൽ കൗകബു, ഞാനായിരുന്നു ആ നക്ഷത്രം, ഞാനായിരുന്നു ആ നക്ഷത്രം. അപ്പൊ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദയം എന്ന് പറയുന്നത് അത് വല്ലാത്ത ഉദയമാണ്. ആ ഹബീബിലൂടെയാണ്, ആ റഹ്മത്തായിക്കൊണ്ട് സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിക്കൊണ്ട് തങ്ങളെ അയച്ചു എന്ന് പറഞ്ഞാല് ആ ഇർസാല്, ആ അയക്കല് അത് അന്നേണ്ട്, അത് അപ്പോഴേണ്ട്. സർവ്വലോകങ്ങൾക്കും ഉണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടേ? സൂര്യനും ചന്ദ്രനും ഭൂഗോളങ്ങൾക്കും ആകാശഭൂമികൾ മാത്രമല്ല സർവ്വഗോളങ്ങൾക്കും അവിടുന്ന് വേണ്ടേ? മലക്കുകൾക്ക് വേണ്ടേ? ജിന്നുകൾക്ക് വേണ്ടേ? സർവചരാചരങ്ങൾക്കും കടലിലേക്കും കരയിലേക്കും ആകാശഭൂമികളിലുള്ള സർവ ജീവജാലങ്ങൾക്കും അവിടുന്ന് വേണ്ടേ? ലോകാവസാനം വരെയും അവിടുന്ന് റഹ്മത്താവണ്ടേ? അതുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഇർസാൽ ലോകത്ത് നിലനിൽക്കുകയാ, അന്നും ഇന്നും എന്നും. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമായിട്ടല്ലാതെ നബിയെ അങ്ങേ നാം നിയോഗിച്ചിട്ടില്ല. നബിയെ, ഈ ഹബീബാണ് സർവത്തിന്റെയും ആധാരം. ഈ ഹബീബിലേക്ക്, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഈ ഹബീബിലേക്ക് വിലയം പ്രാപിച്ച് ചേരുന്നവരാണ്, ഈ ഖിത്വാബിലേക്ക് ബിത്തബായി ചേരുന്ന മഹാന്മാരുണ്ട്. അവരാണ് നൈബുർ റസൂൽ, റസൂലിന്റെ പകരക്കാരൻ. അങ്ങനെയാണ് തർബിയത്ത് ലോകത്ത് നടക്കുന്നത്. ആ ഉന്നതമായ പദവിയിലൂടെയാണ്, അവരിലൂടെ ആണ് തർബിയത്ത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നാം മനസ്സിലാക്കണം. ബഹുമാനമുള്ള ഗൗസുൽ ആലം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹുവിന്റെ മുഹീദ്ദീൻ മാലയിൽ എത്രയോ വരികൾ നമുക്ക് ഇതിനോപോൽബലകമായി കാണാൻ സാധിക്കും. എത്രയോ വരികൾ. അപ്പോൾ മഹാന്മാരായ മശായിഖന്മാരെ യഥാർത്ഥമായി ഹുബ്ബ് വച്ചിട്ടുള്ള എത്രയോ ആശിഖീങ്ങൾ ലോകത്തുണ്ട്, എത്രയോ ആശിഖീങ്ങളുണ്ട്. അവരൊക്കെയും അള്ളാഹുവിന്റെ അപാരമായ സഹായം കൊണ്ട്, ഈ മഹാന്മാരോടുള്ള ആ മഹബത്തിന്റെ കാരണം കൊണ്ട് അവർക്കൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗഹീദിന്റെ മാധുര്യം രുചിപ്പിച്ചുകൊണ്ടായിരിക്കും ലോകത്തോട് അവർ വിട പറയുക. അവരെ അള്ളാഹു തആല ഈമാനിലായിക്കൊണ്ടായിരിക്കും ലോകത്തുനിന്ന് അള്ളാഹു തആല കൊണ്ടുപോവുകയുള്ളൂ. അവരിലൂടെയായിരിക്കും ആ തൗഹീദിന്റെ മാധുര്യം, ആ മഹത്തുക്കളിലൂടെ അവർക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. നമ്മുടെയൊക്കെ മുൻഗാമികളായ ഉമ്മ ഉപ്പമാർ, വല്ലിപ്പമാർ, നോക്കൂ നിങ്ങൾ, അവരുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. അവർക്ക് ഇന്ന് വ്യാപകമായതുപോലെ ത്വരീഖോ ഷെയ്ഖോ മശായിഖന്മാരോ അവർക്ക് അറിയുക പോലുമില്ലായിരുന്നല്ലോ. ഇന്ന് യൂട്യൂബും സർവ്വ മാധ്യമങ്ങളും ഇറങ്ങിയപ്പോ ത്വരീഖുണ്ട്, ഷെയ്ഖുണ്ട്, ഖലീഫമാരുണ്ട്, സരണികളുണ്ട്, മഹാന്മാരുണ്ട്, സൂഫിയാക്കളുണ്ട് എന്ന് അറിയാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. നമ്മുടെ മുൻപ് അങ്ങനെയാണോ? നമ്മുടെയൊക്കെ വല്ലിപ്പമാരുടെ കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവർക്ക് എന്താ അറിയുക? ആകെ ഒരു മുഹീദ്ദീൻ ഷെയ്ഖിനെ അറിയാം, അല്ലെങ്കിൽ അവരുടെ നാട്ടിലുള്ള വല്ല ഷെയ്ഖന്മാരുണ്ടെങ്കിൽ അവർക്കറിയാം. അല്ലാതെ ഇന്ന് കാണുന്ന പോലെ ബൈഅത്ത് ചെയ്യാന്നോ ഷെയ്ഖിനെ പിടിക്കാന്നോ അങ്ങനെ വല്ലതും അറിയോ അവർക്ക്? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ തന്നെ എനിക്കറിയാം. അവർ പുഞ്ചിരിച്ചുകൊണ്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. അവരൊന്നും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ അവർ മനസ്സിലാക്കിയവരല്ല. പക്ഷേ അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ഗൗസുൽ ആലം തങ്ങളോടുള്ള അടങ്ങാത്ത പ്രേമം, മുഹീദ്ദീൻ ഷെയ്ഖിനോട് അടങ്ങാത്ത പ്രേമം. ബഹുമാനമുള്ള ഷെയ്ഖ് ഖുതുബുൽ ആലം നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഷെയ്ഖുനായോടുള്ള അടങ്ങാത്ത പ്രേമം ഈസ്കരുടെ ഉള്ളിലുണ്ടായിരുന്നു. പുഞ്ചിരിച്ചോട് ലോകത്തോട് ഇവിടെ പറഞ്ഞു. അങ്ങനെ എത്ര ആളുകളാണ് മുൻഗാമികളും പിൻഗാമികളുമായിക്കൊണ്ട്, എത്ര ആളുകളാണ് അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഇഷ്ക് മഹബത്ത് ഖൽബിൽ സൂക്ഷിച്ച എത്ര ആളുകളാണ്.
എന്നാൽ പ്രത്യക്ഷത്തിൽ അവർ ഏതെങ്കിലും ഒരു ഷെയ്ഖിനെ ബൈഅത്ത് ചെയ്യുകയോ ഒരു ഷെയ്ഖിൽ നിന്ന് അമലോ ത്വരീഖോ സ്വീകരിച്ച് ഒരു ശിഷ്യനായിക്കൊണ്ട് ഒരു മുരീദായിക്കൊണ്ടോ ഒരു സിൽസിലയിലും അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അവർ ഉന്നതരായ മഹാന്മാരോടുള്ള അതിയായ സ്നേഹവും മഹബത്തും അവർ കാത്തു സൂക്ഷിച്ച് അവർക്ക് അതിനുള്ള വഴി ഉണ്ടായിരുന്നില്ല, അവരറിഞ്ഞിരുന്നില്ല. അവരാരെയും എതിർക്കുന്നവരോ നിഷേധിക്കുന്നവരായിട്ടല്ല. മുൻഗാമികൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ, എനിക്കറിയാം, എന്റെ നാട്ടിൽ തന്നെ ചില ആളുകളുണ്ട്, പുഞ്ചിരിച്ചു കൊണ്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. മഹാന്മാരോടുള്ള മഹബത്ത് അവർക്ക് ഉണ്ടായിരുന്നു, മശായിഖന്മാരോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു അവർക്ക്. എന്നാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെയുള്ള അറിവുകളൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യക്ഷത്തിലുള്ള ആളുകളെ കൈപിടിച്ചുകൊണ്ട് അവരിലൂടെ മാത്രമാണ് തർബിയത്ത് എന്ന് പറയുന്നത് അബദ്ധമാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞുകൂടാ. പ്രത്യക്ഷത്തിലുള്ള ആ സരണിയിലുള്ള ഖലീഫമാരെ അല്ലെങ്കിൽ ശൈഖന്മാരെയൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാണ്. അവരെ സ്വീകരിച്ചവർക്ക് മാത്രമേ തർബിയത്തുള്ളൂ. അങ്ങനെ വാദിക്കരുത്. കാരണം മഹാന്മാരായ മശായിഖന്മാർ ഇതിനു മുൻപും ഇന്നും എന്നും അവർ തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അഹ്ലികാർക്ക് തർബിയത്ത് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ ലോകത്ത് അള്ളാഹുവിന്റെ തൗഹീദിലായിക്കൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. എത്രയോ ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ മുൻഗാമികൾ അങ്ങനെ കഴിഞ്ഞു പോയവർ എത്രയോ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആ മഹബത്ത്, മഹാന്മാരോടുള്ള ആ മഹബത്ത്, ആ ഇഷ്ക് മഹബത്ത്, ആ ഹക്കായ ആ ആത്മാർത്ഥമായ സ്നേഹം, ഇത് അവർ അറിയുന്നു. ഇത് അവരിലേക്ക് അത് വസീലയാകുന്നു. അവർ മുഖേന അല്ലാഹു തആല അവരിലേക്ക് ഈ തൗഹീദിന്റെ മാധുര്യം മഹാന്മാരിലൂടെ ഈ ഒരു കാരണം കൊണ്ട് അവരിലേക്ക് എത്തിക്കുന്നു. തർബിയത്ത് അവരിലൂടെ നടക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തർബിയത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയാൻ കാരണം ഇന്ന് ബഹുമാനമുള്ള ശൈഖുന ഖുതുബുൽ ആലം റഈസു സാഹിദീൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹ നൂർ മുഹമ്മദ് അബൂബക്കർ മടവൂരി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ഉന്നതരായ മഹാന്മാരുടെ ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളുമായിട്ട് ലോകത്ത് എത്രയോ ആളുകൾ ലോകത്തുണ്ട്. എനിക്കറിയാം എത്രയോ ആളുകൾ ലോകത്തുണ്ട്. അതുപോലെയുള്ള മറ്റു പല മഹാന്മാരുടെയും ആശിഖീങ്ങൾ മുഹിബ്ബീങ്ങൾ ലോകത്തുണ്ട്. അപ്പോ അവർക്കൊക്കെയും തർബിയത്ത് ഉണ്ട് എന്ന് തന്നെയാണ്. തർബിയത്തുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ നേരെ മുന്നിൽ വന്നിട്ട് പറയുന്നല്ല. അവരുടെ എല്ലാം യഥാർത്ഥ മഹബത്തിലായി അവർ ജീവിക്കുകയാണെങ്കിൽ, ആ മഹാന്മാരുടെ ഇഷ്കിലായി ജീവിച്ച് മറ്റു മഹത്തുക്കളെയും സരണികളെയും ഒന്നും കുറ്റം പറയാതെ, ആരെയും നിസ്സാരപ്പെടുത്താതെ, ആർക്കെതിരെയും നാക്ക് വളയ്ക്കാതെ, ആർക്കെതിരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ആരെയും ബുദ്ധിമുട്ടിക്കാതെ നാം നമ്മുടെ രീതിയിൽ പോയാൽ ആ മഹാന്മാരുടെ എല്ലാം തർബിയത്ത്, ആ ആശിഖീങ്ങൾക്ക് അവരുടെ ആരാണോ അവരെ ഇഷ്ക് വെക്കുന്നത്, ആ ഇഷ്ക് വെക്കുന്നവരുടെ തർബിയത്ത്, ആ മഹാത്മാവിന്റെ തർബിയത്ത് ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ആ തൗഹീദിലായിക്കൊണ്ടായിരിക്കും ആ ലോകത്തോട് അവർ ഇവിടെ പറയുക, പുഞ്ചിരിച്ചുകൊണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം തർബിയത്ത് ലഭിക്കുന്ന, അതാണ് എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. അത് അന്ന് മാത്രം പറഞ്ഞ വരിയാണോ അത്? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അന്ന് മാത്രം പറഞ്ഞതാണോ അത്? അന്നത്തെ കാലഘട്ടക്കാർക്ക് മാത്രം പറഞ്ഞ വാക്കാണോ അത്? അല്ല, ലോക അവസാനം വരെ വരുന്ന മുഹീദ്ദീൻ ശൈഖിന്റെ മുരീദന്മാരായിക്കൊണ്ട്, ശിഷ്യന്മാരായിക്കൊണ്ട്, മുഹിബ്ബീങ്ങളായിക്കൊണ്ട് അവരെ സ്വീകരിക്കാനുള്ള മനസ്സ് ആർക്കല്ലാഹു കൊടുത്തുവോ അവർക്കെല്ലാം വേണ്ടി പറഞ്ഞു വെച്ചതാ മഹാനവറുകള്. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. ഇത്രമാത്രം ധൈര്യമുള്ള വരികളാ. എന്നെ പിടിച്ചവർ ഇടറുന്ന നേരത്ത് അവർ കൈ പിടിപ്പേൻ ഞാൻ എന്ന് പറഞ്ഞോവർ. ഗൗസുൽ ആലമിന്റെ ചരിത്രം അങ്ങനെയല്ലേ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, യാതൊരു സംശയവും വേണ്ട. ഗൗസുൽ ആലമിനെ ആര് പ്രേമിച്ചോ ആ കൈ അവർ പിടിക്കുക തന്നെ ചെയ്യും. ബഹുമാനമുള്ള ശൈഖുന ഖുതുബുൽ ആലം മടവൂർ ശൈഖ് സിയം വലിയുല്ലാഹി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ള മടവൂർ ശൈഖിനെ ആര് ഇഷ്ക് വെച്ചോ, ആര് മഹബത്ത് വെച്ചോ ആ കരം അവർ പിടിക്കുക തന്നെ ചെയ്യും. ഇതുപോലെ ഞാൻ പറഞ്ഞു മാത്രം, അജ്മീർ ഖ്വാജ റളിയല്ലാഹു അൻഹുവിനെ ആര് ഇഷ്ക് വെച്ചോ ആ കൈ അവർ പിടിക്കുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ മഹാന്മാരായ മഹാത്മാക്കളായ ഉന്നതരായ മശായിഖന്മാരിലേക്ക് മഹബത്ത് വെച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരം അവർക്ക് കൊടുത്ത് അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നാണ് നാം പറഞ്ഞതിന്റെ ചുരുക്കം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരം പുൽകാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.